ജനനം പ്രപഞ്ചം ഇരുകൈ നീട്ടി സ്വീകരിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. മനുഷ്യ മനസ്സുകൾ ഏറ്റെടുത്തത് സമാധാനം ആശംസിക്കുവാൻ. പ്രപഞ്ചം താൻ ഏറ്റെടുത്ത ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നു. ഏവർക്കും സമാധാനം കൊടുക്കുവാനും ആശംസിക്കുവാനും മനുഷ്യ പരാജയപ്പെടുന്നു. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. വീണ്ടും സംതൃപ്തിക്കായുള്ള അന്വേഷണം തുടരുന്നു. വേദനിക്കുന്നവരും ഞെരുക്കം അനുഭവിക്കുന്നവരും സമാധാനത്തിനായുള്ള അലച്ചിൽ തുടരുന്നു. ഈ അന്വേഷണങ്ങൾക്കിടയിൽ നിറപുഞ്ചിരിയുമായി ഉണ്ണിയേശു പറയുന്നു, നിന്റെ നഗ്നനേത്രങ്ങളെ ഒന്ന് പ്രകാശിപ്പിക്കാൻ സാധിച്ചാൽ, മനസ്സിൻ്റെ സൽചിന്തകളെ ഹൃദയത്തിൻ്റെ സൽചിന്തകളാക്കിയാൽ, നാം അറിയാതെ നമ്മിലൊരു ഉണ്ണിയേശുവിൻ്റെ ഹൃദയത്തുടിപ്പ് രൂപം പ്രാപിക്കുന്നു. പാത മനോഹരമെങ്കിൽ ലക്ഷ്യസ്ഥാനം എങ്ങോട്ടെന്ന് അന്വേഷിക്കണം. എന്നാൽ ലക്ഷ്യം മനോഹരമാണെങ്കിൽ പാതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. ലക്ഷ്യസ്ഥാനമായ പുൽക്കൂട്, ഉണ്ണിയേശു, കാൽവരി ഇതെല്ലാം നമുക്ക് മുമ്പിൽ മാർഗദൈവമായി പ്രശോഭിക്കുന്നു. യാത്ര ദുർഘടമാകാം. ലക്ഷ്യസ്ഥാനമായ പുൽക്കൂട്ടിലെത്തിച്ചേർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനവും സംതൃപ്തിയും കൊണ്ട് ഹൃദയവും മനസ്സും നിറയ്ക്കാം. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം കണ്ടുമുട്ടുന്നവരെ, ഉണ്ണിയേശുവിനെ തിരയുന്നവരെ, ഉണ്ണിയേശുവിനെ അറിയാത്തവരെ നമുക്കൊപ്പം കൂട്ടാം. അവിടെ നിന്ന് ജീവജലത്തിൻ്റെ നീരൊറവ ആവോളം ആസ്വദിക്കാം. ഹൃദയത്തിൽ നമുക്കായി പിറന്ന ഉണ്ണിയേശുവിന് പൊന്മുത്തം നൽകി സ്വീകരിച്ചുകൊണ്ട് നമുക്കൊന്നിച്ചു പാടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു.